ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വഴക്കാണ് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞതെന്ന് പറയാം. നിവിൻ അനുമോൾ വിഷയം തന്നെയാണ് കാര്യമെന്ന് പറയുന്നത്. ഇതില് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടത്. നിവിൻ ചെയ്തത് തെറ്റാണ്. അതുപോലെ തന്നെ നിവിന്റെ ആ പ്രവൃത്തിയിൽ തിരിച്ച് അനുമോൾ റിയാക്ട് ചെയ്തത് കുറച്ച് നല്ല രീതിയിൽ കൂടിപ്പോയി എന്ന് എടുത്തു പറയണം. കാരണം നിവിൻ അവിടെ അനുമോളുടെ നേർക്ക് ജസ്റ്റ് വെള്ളം തളിച്ചു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അനുമോൾ അവിടെ തിരിച്ച് നെവിനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന പോലുള്ള രീതിയിലായിരുന്നു ഒരു അറ്റാക്കിങ് എന്ന് പറയുന്നത്. കാരണം എഴുന്നേറ്റ് നിന്ന് ചാടിപ്പിടിച്ച് എന്തൊക്കെയോ അങ്ങ് നെവിനെ പിടിച്ച് വലിയൊക്കെയായിരുന്നു അവിടെ നടന്നത്. അതും കഴിഞ്ഞിട്ട് നെവിൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും നെവിന്റെ പിറകെ എന്ന കുപ്പി തുറന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് ദേഹത്ത് ഒഴിക്കുന്നു. അത് ഒരു തവണ ഒഴിച്ചു, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് രണ്ടാമതും വന്ന് ഓടിക്കൊണ്ടുവന്ന് വീണ്ടും ആ മുടിയിലും മുതുകത്തും ഒക്കെ ആയിട്ട് കുറെ അങ്ങ് വെള്ളം ഒഴിക്കുന്നു. ഈ കലിപ്പില് നെവിൻ പോയിട്ട് ഒരു മൊന്ത പോലുള്ള ഒരു സാധനത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ ബെഡിൽ അങ്ങ് ഒഴിക്കുകയാണ് ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ ലൈവ് നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ അങ്ങോട്ടും പ്രൊവോക്കിംഗ് ഉണ്ടായി, അതുപോലെ തന്നെ തിരിച്ചും പ്രൊവോക്കിംഗ് ഉണ്ടായി. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നെവിൻ പിന്നെ ചെയ്ത മിസ്റ്റേക്ക് തന്നെ ആ ബെഡില് വെള്ളം ഒഴിക്കണ്ടായിരുന്നു. അത് നെവിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് തന്നെയാണെന്ന് കാര്യത്തിൽ സംശയം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അനുമോള് ഓവർ റിയാക്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതാണ് ഈ പ്രശ്നം ഇത്രയും വഷളാവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം ജസ്റ്റ് ഒരു തുള്ളി തെറിപ്പിച്ചപ്പോഴത്തേക്കും തന്നെ അനുമോള് ചാടി എഴുന്നേറ്റ് പിടിവലി നടത്തുകയായിരുന്നു. അതിനുശേഷം പിന്നെ അതും മതിയാക്കാതെ പിന്നെ ബോട്ടിൽ തുറന്ന് വെള്ളം അവൻ നെവിന്റെ പുറത്തോട്ട് ഒഴിക്കുന്ന തരത്തിലോട്ട് 2 തവണ കാര്യങ്ങൾ മാറിയിരുന്നു. അതിൽ പ്രൊവോക്കായിട്ട് നെവിൻ തിരിച്ചും ചെയ്തു ആ ഒരു തരത്തിൽ. അതിന് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കലവിലയായിരുന്നു എന്ന് പറയേണ്ടി വരും. അവിടെ വന്ന് എല്ലാവരും ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അനീഷ് ആണെങ്കിൽ തന്നെയും എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത രീതിയിൽ ചോദിച്ചോരോന്ന് മനസ്സിലാക്കുന്നുണ്ട്. നെവിന്റെ ഭാഗത്താണോ തെറ്റ്, അനുമോളുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നു. ആകപ്പാടെ കലിപ്പിൽ നിൽക്കുന്നു അനുമോള്, നെവിനായാലും കലിപ്പിൽ നിൽക്കുന്നു. ആർക്കും വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലാവുന്നില്ല. കാരണം എന്താണ് ഇവർ തമ്മിൽ അവിടെ നടന്നത് എന്നുള്ളത് മനസ്സിലാവും. അനുമോൾ ഒരു കാര്യം പറയുന്നു, നെവിൻ മറ്റൊരു കാര്യം പറയുന്നു. ഇത് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്. അതിൻ്റെക്ക് ഷാനവാസ് കയറിയിട്ട് പിന്നെ ഷാനവാസ് നെവിനെ കയറി അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നെവിൻ ചെയ്തതും തെറ്റാണ്. അതോടൊപ്പം തന്നെ അനുമോളുടെ തിരിച്ചുള്ള റിയാക്ഷനും അതിരി കടന്നു പോയി എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ലാലേട്ടൻ വരുന്ന ദിവസം ഇത് ചർച്ചാ വിഷയമാകാനായിട്ടുള്ള ഒരു കാര്യമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്.